ഈസ്റ്റ് കോസ്റ്റ് ഓഡിയോ എന്റർടൈൻമെന്റ്സ് കാഴ്ചവെക്കുന്ന പോക്കിരി രാജ എന്ന അടിപൊളി സിനിമയുടെ മ്യൂസിക് CD റിലീസിംഗ് ഫംഗ്ഷനിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. പോക്കിരി രാജ അതിൻ്റെ ഓഡിയോ കാസറ്റ് അത് ഔപചാരികമായി റിലീസ് ചെയ്യുന്ന ചടങ്ങാണ്. ഞാൻ ശ്രീ പ്രതാപൻ ഈ കാര്യങ്ങളിലൊക്കെ കുറച്ച് അറിവുള്ളതുകൊണ്ട് ഞാൻ ചോദിച്ചു, ആരാ ഇതിനകത്തെ പോക്കിരി രാജ? അപ്പം ശ്രീ മമ്മൂട്ടിയാണെന്ന് പറഞ്ഞു. മമ്മൂട്ടിക്ക് ഒട്ടും ചേരാത്ത ഒരു പേരാണ്, എങ്കിലും സിനിമയുടെ ആ തനിമ നിലനിർത്തിക്കൊണ്ട് നല്ല നിലയിലുള്ള ഒരു സിനിമയായി ടോമിച്ചൻ്റെ ഈ രണ്ടാമത്തെ സംരംഭം ഒരു വലിയ വിജയമായി തീരട്ടെ എന്ന് അഡ്വാൻസായിട്ട് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. കേട്ടില്ലേ കേട്ടില്ലേ എന്നെ കള്ളച്ചെറുക്കന് കല്യാണം, കേട്ടില്ലേ കല്യാണമേളം, കണ്ടില്ലേ കണ്ടില്ലേ എന്റെ ഏട്ടനൊരുക്കിയ സമ്മാനം, കനവിൽ കണ്ടൊരു മുത്താരം. ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞ മമ്മൂട്ടിക്ക് പറ്റിയ പേരല്ലെങ്കിലും, പക്ഷേ ഇത് മമ്മൂട്ടിയെ പോലൊരു പോക്കരിയാണ്. അങ്ങ് വിഷമിക്കേണ്ട, ഞാൻ ഈ സിനിമയിൽ ഒരു വലിയ കുഴപ്പക്കാരനായിട്ടല്ല അഭിനയിക്കുന്നത്. സ്നേഹസമ്പന്നനായ ഒരു ജ്യേഷ്ഠനാണ്, പക്ഷേ ജോലി ഇത്തിരി പോക്കരിത്തരമായിപ്പോയെന്ന് മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും അങ്ങേക്ക് അങ്ങനെ എന്നോട് തോന്നിയ ഒരു വാത്സല്യത്തിനും സ്നേഹത്തിനും വളരെയേറെ നന്ദിയുണ്ട്. എനിക്ക് ചേരാത്തൊരു പേരാണ് എന്ന് അങ്ങേക്ക് തോന്നിയതിൽ വളരെ സന്തോഷം. പക്ഷേ അങ്ങയുടെ മനസ്സിലുള്ള സങ്കല്പത്തിലുള്ള പ്രതീക്ഷയുള്ള മമ്മൂട്ടി തന്നെയായിരിക്കും എന്നും എന്ന് ഞാൻ അങ്ങേക്ക് വാക്ക് തരുന്നു. 100% വിനോദ സിനിമയാണിത്. പക്ഷേ 300% വിനോദ സിനിമ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ ഈ മിനിറ്റിന് പാട്ടും 5 മിനിറ്റ് ഇടിയൊന്നും ഈ സിനിമയിൽ അങ്ങനെയില്ല. സിനിമ വളരെ ശക്തമായ ഒരു കുടുംബകഥയുള്ള സഹോദര ബന്ധത്തിൻ്റെയും പിതൃപുത്ര ബന്ധത്തിൻ്റെയും പ്രണയത്തിൻ്റെയും പ്രതികാരത്തിൻ്റെയും ഒക്കെ നല്ല കൃത്യമായ ചേരുവകൾ ചേർത്ത് അണിയിച്ചൊരുക്കിയിട്ടുള്ളൊരു കഥയാണ്. തീർച്ചയായിട്ടും നമ്മുടെ പേര് പോക്കിരി എന്നാണെങ്കിലും കണ്ടു നനയിക്കുന്ന ഒരുപാട് കഥാസന്ദർഭങ്ങൾ ഈ സിനിമയിലുണ്ട്. എൻ്റെ കരിയറിലെ നിർണായകമായ ഒരു സിനിമയായിരിക്കും പോക്കിരി രാജ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ സിനിമ സംഭവിക്കാൻ കാരണം മമ്മൂക്കയാണ്. മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ്റെ തനിക്ക് മുകളിലുള്ള സെക്യൂരിറ്റി, തനിക്ക് മുകളിലുള്ള കോൺഫിഡൻസ് ആണ് എന്നെപ്പോലെ ഒരു ചെറിയ നടന് ഇത്രയും സ്പേസ് നൽകിക്കൊണ്ട് ഇങ്ങനൊരു സിനിമ ഇന്ന് മലയാള സിനിമയിൽ സംഭവിക്കാൻ കാരണം. എനിക്ക് മമ്മൂക്കയോട് പറയാനുള്ളത്, ശരിക്കും എന്നെ മാനസികമായിട്ട് തകർത്ത് കളഞ്ഞു മമ്മൂക്ക. കാരണം അല്പസ്വല്പം എൻ്റെ ചെറുപ്പത്തിൽ അഹങ്കരിച്ചിരുന്ന എനിക്ക് സ്വയം പ്രായമായി തുടങ്ങിയെന്ന് തോന്നിയത് മമ്മൂക്കയോടൊപ്പം ഒരു 30 ദിവസം ഷൂട്ടിങ്ങിൽ ഏർപ്പെട്ടപ്പോഴാണ്. അതുകൊണ്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായിരുന്നു എനിക്ക്. ഒരു 30 ദിവസം കൊണ്ട് ഞാൻ എന്നെ തന്നെ റീഡിസ്കവർ ചെയ്യായിരുന്നു. എൻ്റെ ഈശ്വരനോടുള്ള പ്രാർത്ഥന, ഇനിയും ഒരു 100 സിനിമകളിലെങ്കിലും മമ്മൂക്കയോടൊപ്പം അഭിനയിക്കാൻ എനിക്ക് അവസരം കിട്ടട്ടെ എന്നാണ്. കേട്ടില്ലേ കേട്ടില്ലേ എന്നെ കള്ളച്ചെറുക്കന് കല്യാണം, കേട്ടില്ലേ കല്യാണമേളം, കണ്ടില്ലേ കണ്ടില്ലേ എന്റെ ഏട്ടനൊരുക്കിയ സമ്മാനം, കനവിൽ കണ്ടൊരു മുത്താരം. മണിക്കിനാവിൻ കൊതുമ്പ് വെള്ളം തുഴഞ്ഞു വന്ന് നീ എനിക്ക് വേണ്ടി, ചിരിയുടെ കുളിരലകൾ, അതിലിളകിയ തരിവളകൾ,